ഇതാണ് പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖഹാരിയായിട്ടുള്ള ഭഗവാൻ. അതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇന്നലെ വലിയ വിളക്കായിരുന്നു. ഒരു ഇരിഞ്ഞാലക്കുടക്കാരിയായ ഞാനും ആ ഒരു ഉത്സവത്തിൽ പങ്കാളിയായി. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പറയുമ്പോൾ എന്താണ് പറയുക, പൂരങ്ങളുടെ പൂരം. അതുപോലെ ആറാട്ടുപുഴയാണെങ്കിൽ ദേവസംഘം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ, മെയിനായിട്ടുള്ള വയറിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റണമെങ്കിൽ വഴുതനങ്ങ നിവേദ്യം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാട്. അതുപോലെ തന്നെ തുലാം മാസത്തിൽ തൃപ്പുത്തരി സമയത്ത് നടക്കുന്ന മുക്കിട് നിവേദ്യം, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ആ നിവേദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കിന് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അത്ര പ്രസക്തമായിട്ടുള്ള കുറേ വഴിപാടുകളുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരം ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു അമ്പലം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും വലിയൊരു തീർത്ഥക്കുളമുണ്ട്, കുലീബനി തീർത്ഥം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഗംഗാ നദിയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളുടെ കോലം തങ്കത്തിൽ തീർത്തിട്ടുള്ളതാണ്. 7 ആനകളുടെ, ബാക്കി ഉള്ളത് വെള്ളിയിൽ തീർത്തിട്ടുള്ളത്. ഇതാണ് പ്രസിദ്ധമായ കുലീബനി തീർത്ഥം. ഇത്ര വിസ്താരമായിട്ടുള്ള കുളമുള്ള ക്ഷേത്രം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില പാപ പരിഹാരത്തിനായിട്ട് ഈ കുളമൊന്ന് വലം വെച്ചാൽ മതി എന്നും പറയും. അങ്ങനെ ഒരു വഴിപാടും കൂടി ഉണ്ട്.